പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചിന്താവചനം പഴയ നിയമത്തിലെ ന്യായാധിപന്മാർ എന്ന ഗ്രന്ഥത്തിലെ യഹൂദ് എന്ന ഒരു ന്യായാധിപനെ കുറിച്ചാണ്. നമുക്കറിയാം, ഈജിപ്തിലെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ദൈവം തന്നെ മാത്രം ആരാധിക്കാനും തൻ്റെ മാത്രം ജനമായി ജീവിക്കാനും വേണ്ടി രക്ഷിച്ചു കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തിന് സ്വന്തമായി വസിക്കാൻ വാഗ്ദാനം ചെയ്തിരുന്ന തേനും പാലും ഒഴുകുന്ന കനാൻ ദേശം അവർക്ക് അവകാശമായി നൽകി. വിജാതീയർ മാത്രം താമസിച്ചിരുന്ന ഈ ഭൂപ്രദേശം കീഴടക്കാൻ സുദീർഘവും ക്ലേശകരവുമായ പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയവരാണ് ന്യായാധിപന്മാർ. അതിലൊരു ന്യായാധിപനായ യഹൂദ് വഴി ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ അടിമത്വത്തിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചാണ് നാം ഇവിടെ ഇന്ന് ചിന്തിക്കുന്നത്. കനാൻ ദേശം കീഴടക്കി അവിടെ താമസമാക്കിയ ഇസ്രായേൽ ജനം കർത്താവിനോട് ചെയ്ത ഉടമ്പടി മറന്ന് തദ്ദേശവാസികളായ കാനാൻകാരുമായി ഇടപഴകി അവരുടെ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ചു തുടങ്ങി. ബാൽദേവന്മാരെയും അക്ഷേര പ്രതിഷ്ഠകളെയും അവർ ആരാധിച്ചു. അവരുടെ ഉത്സവങ്ങളിൽ മ്ലേച്ഛമായ പൂജകൾ നടത്തി ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. കർത്താവ് കോപിച്ചു. ശത്രുരാജ്യമായ മോവാബിലെ രാജാവ് എഗ്ലോൺ രാജാവിനെ അടിമകളായി ഇസ്രായേൽ ജനത്തെ ദൈവം വിട്ടുകൊടുത്തു. കാളക്കൂറ്റൻ എന്നർത്ഥമുള്ള എഗ്ലോൺ രാജാവ് ഇസ്രായേൽ ജനത്തെ നിരന്തരം പീഡിപ്പിച്ചു. താങ്ങാനാവാത്ത നികുതികൾ ചുമത്തി. അടിമത്വം സഹിക്കവയ്യാതായപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ക്ലേശങ്ങളും ദുരിതങ്ങളും വന്ന് അനുഭവിക്കുമ്പോഴാണല്ലോ എല്ലാവരും ദൈവത്തിലേക്ക് തിരിയുന്നതും ആരാധിക്കാൻ തുടങ്ങുന്നതും. ഈ അവസരത്തിലാണ് ബെഞ്ചമിൻ ഗോത്രജനും ഗേരയുടെ മകനും ഇടത് കയ്യനുമായ യഹൂദ് എന്ന ന്യായാധിപനെ എഗ്ലോണിൻ്റെ അടിമത്തത്തിൽ നിന്നും ജനത്തെ മോചിപ്പിക്കാൻ ദൈവം രക്ഷകനായി അയക്കുന്നത്. യഹൂദ് 1 മുഴം നീളമുള്ള ഒരു ഇരുതലവാൾ തൻ്റെ വസ്ത്രത്തിനടിയിൽ വലത് തുടയിൽ കെട്ടിവെച്ച് മോവാബ് രാജാവിനെ കാഴ്ച സമർപ്പിക്കാൻ സേവകരായ ചുമട്ടുകാരോടൊപ്പം രാജസന്നിധിയിലെത്തി. കാഴ്ച സമർപ്പണം കഴിഞ്ഞപ്പോൾ രാജാവ് സ്വകാര്യ മുറിയിലേക്ക് പോയി. എന്തോ പറയാനുണ്ടെന്ന ഭാവേനെ യഹൂദ് ഒറ്റക്ക് രാജാവിൻ്റെ സ്വകാര്യ മുറിയിലേക്ക് കടന്നു ചെന്ന് പറഞ്ഞു, അല്ലയോ രാജാവേ, നിന്നോട് പറയാൻ എൻ്റെ പക്കൽ ഒരു ദൈവ സന്ദേശമുണ്ട്. അപ്പോൾ ആ സന്ദേശം കേൾക്കാൻ രാജാവ് യഹൂദിൻ്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് ന്യായാധിപനായ യഹൂദ് തൻ്റെ വലത് തുടയിൽ കെട്ടിവെച്ചിരുന്ന വാൾ ഇടത് കൈകൊണ്ട് ഊരിയെടുത്ത് തടിച്ചു കൊഴുത്ത ശരീരമുള്ള എഗ്ലോണിൻ്റെ വയറ്റിലേക്ക് പിടിവരെ കുത്തിയിറക്കി. ശബ്ദമുണ്ടാക്കാതെ രാജാവിൻ്റെ മുറി പൂട്ടി പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. അങ്ങനെ ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഇസ്രായേൽ മോവാബ് രാജ്യത്തിൽ നിന്നും മോചിതരായി. പ്രിയപ്പെട്ടവരെ, ദൈവ ഉടമ്പടി ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ അധപ്പതനത്തിൻ്റെ ചരിത്രങ്ങൾ ബൈബിളിൽ പല ഗ്രന്ഥങ്ങളിലും നാം വായിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെപ്പോഴെല്ലാം പശ്ചാത്തപിച്ച്